നമസ്കാരം, ഞാൻ അനിൽ ഗോപി. എന്നോടൊപ്പം ഊരുട്ടുകാല MTH സ്കൂളിൽ SSLC വരെ പഠിച്ച സുഹൃത്തുക്കളും അവരുടെ കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്ന ഓഗസ്റ്റ് 2-ാം തീയതി ഒരു കുടുംബസംഗമം പ്രോഗ്രാം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് പൂവാറുള്ള ലാറ ലേക്ക് വ്യൂ റിസോർട്ട് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു സുഹൃത്തുക്കളും പോയപ്പോഴെടുത്ത കുറച്ച് വീഡിയോസാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കുടുംബസംഗമ പ്രോഗ്രാമിലേക്ക് എന്നോടൊപ്പം SSLC വരെ പഠിച്ച എല്ലാ സുഹൃത്തുക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം, ഞാൻ അനിൽ ഗോപി. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ആറ്റുപുറം എന്ന സ്ഥലത്താണ്. ഇവിടെ ഞങ്ങൾ ഒരു റിസോർട്ട് ബുക്ക് ചെയ്യുന്നതിനോട് വന്നതാണ്. റിസോർട്ടിൻ്റെ പേര് ലാറ എന്നാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 2-ാം തീയതി ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ SSLC വരെ പഠിച്ച സുഹൃത്തുക്കളും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു പ്രോഗ്രാം ഈ ഒരു റിസോർട്ടിൽ വെച്ച് നടത്തുകയാണ്. അപ്പോൾ അതിനുവേണ്ടി റിസോർട്ട് ബുക്ക് ചെയ്യുന്നതിന് ഞങ്ങൾ വന്നതാണ്. ഞങ്ങളൊരു സുഹൃത്താണ് ഈ നടന്നു പോകുന്നത്. ഇതിൽ പേര് ഷമീർ എന്നാണ്. ഇതാണ് അവരുടെ മെയിൻ ബിൽഡിംഗ്. ഇവിടെ വരുന്ന പോർഷൻ ഇതാണ്. ഈ കാണുന്നത് അവിടെ റിസപ്ഷനാണ്. അപ്പോൾ ഞാൻ അടുത്ത ആഴ്ച മഴ പെയ്തുകൊണ്ടുണ്ട്. റിസപ്ഷൻ ഏരിയ ആണിത്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉൾഭാഗം കൂടെ കാണിച്ചു തരാം. ഇവിടുത്തെ ഓരോ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെയ്യാർ റിവർ, മാൻഗ്രൂവ്സ് ഫോറസ്റ്റ്, ബേർഡ്സ് വാച്ചസ് ഏരിയ. ബേർഡ്സിനൊന്നും ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇവിടെ ഫ്ലോട്ടിംഗ് കോട്ടേജസ്, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, മഴ പാറിക്കൊണ്ടുണ്ട്. എന്നാലും ഞാൻ അങ്ങോട്ട് പോയി ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ സൈഡ് ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ നേരത്തെ പറഞ്ഞ നെയ്യാറിൻ്റെ കുറച്ച് പോർഷൻസ് ഉണ്ട്. അതായത് അതിൻ്റെ വെള്ളം ഇങ്ങോട്ടേക്ക് കെട്ടിക്കിടക്കുന്ന ഏരിയ ആണ് ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഇതൊക്കെ കാണിച്ചു തരാം. ഉണ്ടല്ലേ, നല്ല ഭംഗിയാണ് കാണുന്നതിന് ഈ ഏരിയ. ഉണ്ടല്ലേ, ബോട്ട് സർവീസുള്ള ഏരിയയും കൂടെയാണ്. പിന്നെ ഇവർ നല്ലൊരു പാക്കേജാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അവരുടെ കോൺടാക്ട് നമ്പരും. നിങ്ങൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വരാവുന്നതേ ഉള്ളൂ. നല്ല ആംബിയൻസ് ആണ്. ഇത് ഒരു സ്വിമ്മിംഗ് പൂളാണ് ഇവരുടെ. കണ്ടല്ലേ, നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടത്. കണ്ടോ, അവിടെ വാഷ്റൂമൊക്കെയാണ് ആ പോർഷൻ. കണ്ടോ, ദൂരം നിങ്ങൾക്ക് ബോട്ട് കാണാൻ സാധിക്കും. ഉണ്ടല്ലോ, ബോട്ടിലുണ്ടോ അവിടെ. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലോട്ടിങ് ഈ ഒരു ബോട്ട് പോലെ വെച്ചിട്ട് അവിടെ കരിക്ക് വിൽക്കുകയാണ് അവിടെ. ഉണ്ടല്ലോ ഒരാൾ, അത് കരിക്ക് കുടിച്ചുകൊണ്ടിരിക്കുക ആൾക്കാർ. പിന്നെ ചെറിയൊരു ഹാളുണ്ട്. അത് ഫ്ലോട്ടിംഗ് ഹാൾ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാം. അവിടെ വെച്ചാണ് ഞങ്ങൾ പ്രോഗ്രാം നടത്തുന്നത്. ഒരു 60ഓളം പേര് വരുന്ന ഒരു പ്രോഗ്രാമാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലെ കുടുംബാംഗങ്ങളും കുഞ്ഞുങ്ങളും ഒക്കെ വരുന്നതാണ്. അപ്പോൾ ഈ ഏരിയയിലും വെള്ളം കെട്ടിക്കിടക്കുന്ന ഏരിയയാണ്. അത് ഞാൻ ഫ്ലോട്ടിംഗ് ആ ഒരു ഹാളൂടെ ഞാൻ കാണിച്ചു തരാം. ബോട്ട് ഇടയിൽ കൂടെ പോകുന്നത് കാണുന്നുണ്ടോ? ഉണ്ടോ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലോട്ടിംഗ് ഹാള്. എൻ്റെ അവിടുത്തുള്ള സ്റ്റെപ്പാണിത്. കണ്ടോ, ഈ സൈഡിൽ രണ്ട് സൈഡിലത് ചുറ്റും വെള്ളമാണ്. ഈ സൈഡിലും വെള്ളമാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ റിസപ്ഷനിലിരിക്കുന്ന അതിൻ്റെ അറേഞ്ച് ചെയ്യുന്ന ഒരു സുഹൃത്തുണ്ട്. അയാളെ വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ. പുള്ളി ഇവിടുന്നാണ് ബോട്ട് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പുള്ളി ഇവിടുന്ന് ഒരു ബോട്ട് സർവീസ് ആയിട്ട് ഒരു ടീമിനെ കൊണ്ട് പോയിരിക്കുകയാണ്. അയാൾ ഒരു അരമണിക്കൂറിനകത്ത് വരുന്ന പറഞ്ഞത്. ഉണ്ടല്ലേ, ഹാള് കണ്ടോ. ആ സൈഡ് ക്യാൻറ്റീൻ പോലെ, അതായത് ഭക്ഷണ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത് ഏരിയയാണ് ഇതിനകത്ത്. കണ്ടോ, ഇത് പുല്ല് പിടിച്ച് കിടക്കുന്നില്ല കേട്ടോ. ഇതിനടിയിൽ വെള്ളമുണ്ട്. ഇതാ കാണുമ്പോൾ മനസ്സിലാവുന്നതൊക്കെ. എൻ്റെ ബോട്ട് പോകുന്നുണ്ടോ ഇതിന് സൈഡിൽ കൂടെ. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നൊരു ഏരിയ ആണിത്. ഞങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്.
ഇത് ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള ഏരിയയും കൂടെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. ഈ റിസോർട്ടിനെ കുറിച്ചുള്ള ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നു. റിസോർട്ടിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാറ ലേക്ക് വ്യൂ റിസോർട്ട് എന്നാണ് റിസോർട്ടിൻ്റെ പേര്. മറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു കുടുംബസംഗമം പ്രോഗ്രാമിലേക്ക് SSLC വരെ പഠിച്ച എല്ലാ സുഹൃത്തുക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹപൂർവ്വം ഒന്നുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വേറെ ഒരു സ്ഥലത്ത് കാണാം. ഓക്കെ, ബൈ.